ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതികരണ വേദി ആ ജനകീയ മണിക്കൂർ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് കുറച്ചധികം വാർത്തകളുമായിട്ടാണ് പകൽ ഒടുങ്ങിയത്. ഒരുപാട് വാർത്തകൾ വന്നു. എന്നാൽ ആ വാർത്തകളിലേക്കൊന്നുമല്ല നമ്മുടെ ഈ പരിപാടിയുടെ അന്വേഷണം. മറ്റു ചില വാർത്തകൾ നമ്മളെ സ്വാധീനിക്കുന്നു. ആ വാർത്തകളിലേക്ക് നമ്മൾ കണ്ണാടി പിടിക്കും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് പരിശോധിക്കുന്ന കാര്യങ്ങളെന്ന് ഉള്ളടക്കം. പ്രധാനമന്ത്രി വരും മുമ്പേ സുരക്ഷാ പുലിവാൽ പിടിച്ച് കേരള പോലീസ്. ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ട് ചോർന്നതിൽ കേന്ദ്ര അന്വേഷണം വരുന്നു. ചാവേർ ആക്രമണ ഭീഷണിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ലഭിച്ച കത്തിലും ദുരൂഹത ബാക്കിയാകുന്നു. എഴുതിയ ആളെയും ലക്ഷ്യവും സ്ഥിരീകരിക്കാൻ കഴിയാതെ കേരള പോലീസ്. ഉടുപ്പി കരിന്തളം വൈദ്യുതി ലൈനിൽ പ്രതിഷേധവുമായി കർഷകർ. സ്ഥലം ഏറ്റെടുക്കും മുമ്പ് നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഉറപ്പു തരണം. ഏറ്റെടുക്കുന്നത് 43 മീറ്റർ വീതിയിൽ 46 കിലോമീറ്റർ സ്ഥലം. കടലെടുത്ത തീരം തിരികെ എത്തിയിട്ടും ശംഖുമുഖത്ത് സൗകര്യങ്ങൾ ആയിട്ടില്ല. തീരത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, വഴിയില്ല. വള്ളമടുപ്പിക്കാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. നാടങ്ങും ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ സർക്കാരിന്റെ കുഴൽക്കിണർ യന്ത്രം തുരുമ്പെടുക്കുകയാണ്. സർക്കാരിന് മുന്നിലുള്ളത് 100 കണക്കിന് അപേക്ഷകർ. നിരത്തിലിറങ്ങാൻ അനുമതി നിഷേധിച്ച് ഗതാഗത വകുപ്പ്. നാട്ടുകാർക്ക് പ്രവേശനമില്ലാതെ കോഴിക്കോട്ടെ പാർക്കുകൾ. ചിലത് പൂട്ടി, മറ്റ് ചിലത് കാട് വളർന്നു കിടക്കുന്നു. നിർബാധം വികരിച്ച് സാമൂഹ്യ വിരുദ്ധരും. പൊതുജനം കഴുതയല്ല സാർ. യെസ്, നമ്മൾ ആരംഭിക്കുന്നു. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതികരണ വേദി. ജനങ്ങൾക്ക് പ്രത്യക്ഷമായി പ്രതികരിക്കാനുള്ള വേദിയാണിത്. മാത്രവുമല്ല, അധികാരികളുടെ മുമ്പിൽ എന്തെങ്കിലും സമർപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളെ അലോസരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന പ്രതികരണ വേദിയാണിത്. നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റായി വിളിക്കാനൊരു നമ്പറുണ്ട്, ദൃശ്യങ്ങൾ അയക്കാനും ഒരു നമ്പറുണ്ട്. സ്ക്രീനിൽ നോക്കിക്കോളൂ. ദൃശ്യങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരാനൊരു നമ്പർ 6235968630. നിങ്ങൾക്കൊരു കാര്യം നേരിട്ട് വിളിക്കണമെന്ന് തോന്നിയാൽ, എന്തെങ്കിലും പ്രത്യക്ഷമായി എന്നോട് സംബന്ധിച്ച് കാര്യം പറയണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 048428303510. ഒരിക്കൽ കൂടി പറയാം, 048428303510. അപ്പോൾ ഈ നമ്പറിലേക്കുള്ള നിങ്ങളുടെ വിളികൾ, അതുപോലെ വാട്സപ്പ് വഴി നിങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അത് കൂടാതെ 24news.com ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടെ കുറിക്കുക. വാട്സപ്പ് വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ അറിയിക്കാം. യൂട്യൂബ് വഴിയുള്ള സന്ദേശങ്ങൾക്കും ഈ പരിപാടിയിൽ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ടാകും. ജനങ്ങൾ നേരിട്ട് വിളിക്കുന്നതിൽ മാത്രമല്ല, യൂട്യൂബ് സന്ദേശങ്ങൾക്കും തുല്യമായ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിളികൾക്കും പ്രതികരണങ്ങൾക്കും നിങ്ങളുടെ ദൃശ്യങ്ങൾക്കൊക്കെ ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി എത്താൻ ശേഷിക്കുന്നത് ഇനി 2 ദിവസങ്ങൾ മാത്രമാണ്. പ്രേക്ഷകർക്കറിയാം, ഈ സമയത്ത് പോലീസിന് സംഭവിച്ചൊരു വീഴ്ചയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചയായി അരങ്ങേറിയത്. ഇന്നത്തെ പകൽ മുഴുവൻ അങ്ങനൊരു ചർച്ചയാണ് നടന്നത്. സുരക്ഷാ ക്രമീകരണവും ഉദ്യോഗസ്ഥ വിന്യാസവും വിശദീകരിച്ച് ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കിയ റിപ്പോർട്ട് ചോർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകാനുള്ള ഭീഷണിക്കത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ചോർന്നു പോയിരിക്കുന്നത്. പിന്നാലെ ആഭ്യന്തര വകുപ്പിനെ പ്രതിചാരിയുള്ള BJPയുടെ പ്രതികരണങ്ങളും വന്നു. റിപ്പോർട്ട് ചോർന്നത് കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവത്തിലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതും സംസ്ഥാന പോലീസിന് ഒരു തലവേദനയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് മറ്റന്നാൾ. കൊച്ചിയിൽ യുവം പരിപാടിയും റോഡ് ഷോയും, തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനം. ഒരൊറ്റ ദിവസം അവശേഷിക്കുകയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ആളുടെ സുരക്ഷാ പദ്ധതി ചോർന്നത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് മുതൽ തിരികെ പോകുന്നത് വരെയുള്ള സൂക്ഷ്മ വിവരങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്റലിജൻസ് മേധാവി. പ്രധാനമന്ത്രി പോകുന്ന വഴികളും വിശ്രമിക്കുന്ന ഇടങ്ങളും അദ്ദേഹത്തെ അനുഗമിക്കുകയും സുരക്ഷ ഒരുക്കുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളുമെല്ലാം ആ റിപ്പോർട്ടിലുണ്ട്. SP മുതൽ മുകളിലേക്കുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ച ആ റിപ്പോർട്ടാണ് പൂർണ്ണമായും ചോർന്നത്. SPG ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി ഉയർത്തിയതോടെ കേരള പോലീസിന് തലവേദനയായി. ഇതോടെയാണ് ആരാണ് ചോർത്തിയതെന്ന് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. പിന്നാലെ സുരക്ഷാ പദ്ധതി റിപ്പോർട്ട് ചോർന്നതിൽ സർക്കാരിനെ വിമർശിച്ച് BJP രംഗത്തെത്തി. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത്
സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന കുറ്റപ്പെടുത്തൽ. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ലാഘവത്തോടു കൂടിയിട്ടുള്ള സമീപനത്തെയാണ് ഇത് കാണിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ അങ്ങേയറ്റത്തെ വീഴ്ചയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ടതിലൂടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെയാണോ അതല്ല മറ്റെന്തെങ്കിലുമാണോ കേരള പോലീസ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ പോലീസ് ശക്തമായ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള റിപ്പോർട്ടിൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള സുരക്ഷാ ഭീഷണികളും ഉണ്ടായിരുന്നു. ചാവേർ ആക്രമണം എന്ന കത്ത് മുതൽ PFI നിരോധിച്ചതിലെ പ്രതിഷേധ സാധ്യത വരെ മറ്റു പ്രതിഷേധങ്ങളെക്കുറിച്ചും സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞിരുന്നു. കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി BJP പ്രസിഡന്റ് K. സുരേന്ദ്രന് ലഭിച്ച കത്താണ് സുരക്ഷാ ഭീഷണിയിൽ പ്രധാനം. ഒരാഴ്ച മുൻപ് ലഭിച്ച കത്ത് BJP സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. കൊച്ചി സ്വദേശി NJ ജോണിയുടെ പേരും മൊബൈൽ നമ്പറുമാണ് കത്തിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജോണിയെ കണ്ടെത്തിയ പോലീസ് അന്വേഷണം തുടരുന്നു. എന്നാൽ താൻ ആർക്കും കത്തയച്ചിട്ടില്ലെന്നും മറ്റൊരു വ്യക്തി വൈരാഗ്യം തീർത്തതാണെന്നും NJ ജോണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അത്രയും വലിയ മാരകഭാവം ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. പുള്ളി ഒരു കോളേജിലെങ്ങാണ്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അത്രയും വലിയൊരു മാരക ഇതൊന്നും ചെയ്യാനുള്ള ഇതൊന്നും പുള്ളിക്കില്ല. ഭീഷണിക്കത്തിന് പുറമെ പോപ്പുലർ ഫ്രണ്ട് നിരോധനം, PDP വെൽഫെയർ പാർട്ടികളുടെ സാന്നിധ്യം, മാവോയിസ്റ്റ് ആക്രമണ സാധ്യത തുടങ്ങിയവയും സുരക്ഷാ ഭീഷണിയായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. BJPയുടെ എതിർപ്പാർട്ടി എന്ന നിലയിൽ CPMന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ സാധ്യതയും പറയുന്നു. സംഭവം വിവാദമായതോടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ പദ്ധതി വീണ്ടും മാറ്റാനാണ് പോലീസ് തീരുമാനം. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കി. ട്രാഫിക് ക്രമീകരണം ഉണ്ടാവും. ട്രാഫിക് ക്രമീകരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 മണി തൊട്ട് ട്രാഫിക് പൂർണ്ണമായിട്ട് അടയ്ക്കുന്ന ഒരു രീതിയായിരിക്കും. കാരണം ആ ഭാഗത്ത് വളരെ കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലമാണിത്. അല്ലേ, ഇപ്പം തന്നെ വളരെ ഏറ്റവും നല്ല സുരക്ഷ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. കാര്യക്ഷമമായിട്ട് തന്നെ സുരക്ഷ ഉണ്ട്. സുരക്ഷാ പദ്ധതി ചോർന്നത് രാഷ്ട്രീയമായിട്ടടക്കം സംസ്ഥാന സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കും. വിവാദമായതിനാൽ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ പോലീസ് എല്ലാ ശ്രദ്ധയും പുലർത്തുമെന്ന ഉറപ്പ്. 2000-ഓളം പോലീസുകാരെ ഇറക്കി സുരക്ഷ ഒരുക്കാനാണ് പോലീസ് ശ്രമം. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഇന്നത്തെ പകലിൽ ഏറ്റവും ചർച്ചയായ വാർത്തയാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിശദീകരിച്ചത്. പോലീസ് സൂപ്രണ്ട് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കിട്ടുന്ന റിപ്പോർട്ടാണ് ചോർന്നുപോയത്. അത് ചോർന്നെങ്കിൽ കാര്യം തീരെ നിസ്സാരമല്ല. കേൾക്കാം നമ്മൾ ജനങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സുരക്ഷ ഒന്നും നോക്കണ്ട, പുള്ളി നല്ല ഹാപ്പിയായിട്ട് വന്നു പോട്ടെ എന്നാണ് പറയാനുള്ളത്. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രധാനമന്ത്രി വന്നു പോവും. നമ്മുടെ കേരളത്തിലല്ലേ വന്നു പോണത്, ഒരു കുഴപ്പമുണ്ടാവില്ല. കത്ത് അയച്ചെന്നല്ല പറഞ്ഞപ്പോൾ റിപ്പോർട്ട് അയച്ചത്. അപ്പോൾ അത് സത്യമല്ലേ? അപ്പോൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്ന് പോലീസ് പറയണു, അന്വേഷണം നടക്കണമെന്ന് പറയണു. അപ്പോൾ അത് രണ്ടും സത്യമാണ് തോന്നുന്നു. പ്രധാനമന്ത്രി തന്നെ നല്ലതാണ്, ജനങ്ങൾക്ക് പ്രതീക്ഷ ഉള്ളതാണല്ലോ. വരാനുള്ള യാതൊരു സാധ്യതയില്ല, വളരെ കുറവാണ്. പിന്നെ പാർട്ടിയല്ലേ, പാർട്ടിക്ക് ഒരാളിൽ പ്രധാനമന്ത്രിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ നേരെ വാർത്താ ഭീഷണിയുണ്ടെന്ന് പറയുമ്പോഴത്തെ ഒരു കുറേ ഇമേജ് പിടിച്ച് അല്ലാതെ കണ്ടുള്ള യാതൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കില്ല, എന്നെ സംബന്ധിച്ചോളില്ല. എന്തായാലും പഴുതടച്ചുള്ള സുരക്ഷ തന്നെ പ്രധാനമന്ത്രിക്ക് നൽകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് എല്ലാവിധമായ സുരക്ഷയും ഒരുക്കാൻ SPG കവറും ഉണ്ട്. അപ്പോൾ SPG കവറിന് പുറമെയാണ് കേരള പോലീസിൻ്റെ സുരക്ഷാ കവർ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധമായ മുൻകരുതലുകളും എടുക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരു ഭയപ്പാടും ഉത്കണ്ഠയും നമുക്ക് ആവശ്യമില്ല എന്നാണ്. എടുക്കേണ്ട ആളുകൾ അത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട രീതിയിൽ എടുത്തോളും. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, വന്ദേ ഭാരത് ട്രെയിനിൻ്റെ മിനിമം ചാർജ് എത്രയാണ്? അത് നമുക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ഒരു വിവരം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുക തന്നെ ചെയ്യും. ഏതാണ്ട് സമയക്രമമൊക്കെ ഇന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മറ്റൊരു വാർത്ത വിനീത VG കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോതമംഗലം പലവൻപടി പുഴയിൽ വീണ് 2 പേരെ കാണാതായി എന്നാണ്. തോപ്പുംപടി സ്വദേശികളായ ആന്റണി ബാബു, ബൈജു എന്നിവരെയാണ് കാണാതായിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കാൽ വഴുതി പുഴയിലേക്ക് വീണുപോയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരെ എനിക്ക് അറിയിക്കേണ്ടി വന്നത്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഉടുപ്പി കരിന്തളം 400 kV വൈദ്യുതി ലൈൻ പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. ഭൂമിക്ക് ഒരു നഷ്ടപരിഹാരവും നിശ്ചയിക്കാതെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ജനങ്ങളുടെ പരാതി. കാർഷിക ഭൂമിയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ തറ ഇട്ടിട്ട് ഈ അവസ്ഥയിലായി ഞങ്ങൾ. അപ്പോൾ എന്നോടാ ഞങ്ങൾ പോകേണ്ടത്? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് പോകേണ്ട ഒരു ഇത് വേണ്ടേ? ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് മണ്ണ് വേണം, വെള്ളവും വേണം. ലോണിന് അന്വേഷിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ തരുന്നില്ല എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ പെർമിഷൻ പണിക്കാൻ വരുമ്പോൾ പെർമിഷനും ഇല്ല. നമ്മൾ മുമ്പേ ഇല്ല വീട് പൊളിച്ചിട്ട് ഇപ്പോൾ തറ കെട്ടിയത്. തറ കെട്ടുന്നതിന് മുമ്പേ ഇല്ല ഒരു അളവോ ഒരു അന്വേഷണം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തറ കെട്ടിയതിൻ്റെ ശേഷം ഇപ്പോൾ ഈ മാർക്കെല്ലാം ചെയ്തിട്ട് പോയത് 46 മീറ്റർ വീതിയിൽ അളന്നിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് വീടിട്ടുണ്ട് ഒരു മാർഗവും വേറെ ഇല്ല. എന്നാലല്ലേ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി 1 വർഷം മുമ്പ് തറ പണിതിട്ടു. പിന്നീട് സംഭവിച്ചതാണ് ചുണ്ടയിൽ സ്വദേശി ശാന്തകുമാരിയും സഹോദരിയും ഇപ്പോൾ പറഞ്ഞത്. പദ്ധതി പ്രദേശത്ത് ഉൾപ്പെട്ടതിനാൽ വീടിന് അനുമതിയുമില്ല, ബാങ്കിൽ നിന്ന് വായ്പയുമില്ല. ഇങ്ങനെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. നമുക്ക് വേറെ ജീവിക്കാൻ വഴിയില്ലല്ലോ. വേറെ ഒരു വഴിയുണ്ടെങ്കിൽ പ്രശ്നമല്ല. നമുക്ക് വേറെ ഇതില്ല, നമുക്ക് ഇതേല്ലോ, സുഖമില്ല, പണിക്ക് പോകുന്നില്ല, വളരെ പ്രശ്നത്തിലാണ് ഓടുന്നത്. അപ്പോൾ ഇവർ നമ്മൾ വന്നിട്ട് ഇതുവരെ സഹകരിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആരെ പറമ്പെന്നും കൂടെ അറിയാതെ അവർ വന്ന് മാർക്ക് ചെയ്തിട്ട് പോകും. 10 സെൻറ്റും ഈ വീടേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു വികസനം വരുന്നതിനെതിരല്ല, പക്ഷെ നമുക്ക് എവിടെ പോകുമെന്നുള്ളൊരു ഇതുണ്ട്. കാരണം നിരവധി കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തക്കതായ പ്രതിഫലം തന്നുകൊണ്ട് വികസനം വരണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന കർഷകർക്ക് മേലെയുള്ള ഒരു കേസ് എടുക്കുന്ന ഒരു പ്രവണത കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കേസിനും കൂടെ ഈ കർഷകർ നടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള വേറെ വഴിയൊന്നുമില്ല. കർണാടകയിലെ ഉടുപ്പി മുതൽ കാസർഗോഡ് ജില്ലയിലെ കരിന്തളം വരെയാണ് 400 kV വൈദ്യുതി ലൈൻ സ്ഥാപിക്കുന്നത്. കേന്ദ്ര ഊർജ്ജ വകുപ്പിന്റെ പദ്ധതി നടപ്പിലാക്കുന്നത് ഉടുപ്പി കാസർഗോഡ് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന കമ്പനി. കാസർഗോഡ് ജില്ലയിൽ 43 കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നു. ഇതിനായി 46 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. ഭൂമിക്കും കാർഷിക വിളകൾക്കുമുള്ള നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് രേഖാമൂലം ഉറപ്പു നൽകാതെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ടവർ സ്ഥാപിക്കുന്നതിന് മരങ്ങൾ മുറിക്കാനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലെത്തിയ സംഘത്തെ കഴിഞ്ഞ ദിവസം കർഷകർ തടഞ്ഞിരുന്നു. കൃത്യമായി ഞങ്ങളുടെ സ്ഥലം എത്ര പോകുന്നു, ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു, അത് ഒരു രേഖാമൂലം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളോട് ഒരു നോട്ടീസ് തന്നുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. മിനിങ്ങാന്നാണെങ്കിലും കലക്ടർ വളരെ ദാക്ഷ്യത്തോടുകൂടി ഞങ്ങൾ അതും സംസാരിച്ചത്, MLA പോലും സംസാരിച്ചിട്ട് കലക്ടർ അത് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. മന്ത്രിമാർ സംസാരിച്ചിട്ട് കലക്ടർ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ദാക്ഷ്യത്തോടു കൂടി ഇവിടെ വന്ന് പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസിൻ്റെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തുകൊണ്ട് ഈ കർഷകരെ ഉള്ളിലാക്കുമെന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കലക്ടർ ഈ സ്ഥലങ്ങൾ കയ്യേറി ഇവിടെ പണി നടത്തിയിട്ടുള്ളത്. പ്രശ്നം രൂക്ഷമായതോടെ ഞായറാഴ്ച ജില്ലാ കളക്ടർ കർഷകരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. നാടിന്റെ വികസനത്തിനോ പദ്ധതിക്കോ ഈ കർഷകർ എതിരല്ല. വിട്ടുനൽകുന്ന ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണം. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. ഇല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി കർഷകരിൽ നിന്ന് പദ്ധതിക്കായി ലഭിക്കില്ല. പദ്ധതി പ്രദേശമായ ഒടയഞ്ചാലിൽ നിന്നും രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. ഉടുപ്പിയിൽ നിന്നുള്ള 400 kV ലൈൻ നമ്മുടെ വികസന പദ്ധതി തന്നെയാണ്. ആ പദ്ധതിയൊക്കെ വരേണ്ടതാണ്. വൈദ്യുതക്ഷാമം പരിഹരിക്കാൻ ഇത് ആവശ്യവുമാണ്. നാട്ടുകാർക്കൊന്നും ഈ പദ്ധതിയോട് എതിർപ്പുള്ളതായി തോന്നുന്നില്ല. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവർ പറയുന്ന ന്യായമായ ഒരു കാര്യം, നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ളൊരു ഉറപ്പ്. ഇത്രയും കാലം അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ഒരു സമയത്ത് അതിൻ്റെ മുകളിലൂടെ ഒരു 400 kV ലൈൻ പോകുന്നത് കൊണ്ട് അവരുടെ ജീവിതം ആ ലൈനിൽ കരിഞ്ഞു പോകണം എന്ന് പറയുന്ന സ്ഥലത്താണ് അന്യായം. കേൾക്കാൻ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ. ഞങ്ങൾക്ക് ഒരു അറിയിപ്പും തന്നില്ല. എൻ്റെ പറമ്പിൽ ടവറുണ്ട്, എൻ്റെ തൊട്ട് മേലെ എൻ്റെ ടവർ. എൻ്റെ പറമ്പിൽ ടവറുണ്ട്. ഏകദേശം 100 ചില്ല കവുങ്ങ് പോവും, 10-80 റബ്ബർ പോവും, അതുപോലെ തെങ്ങ്, എല്ലാം നല്ല ഉൽപ്പാദനമില്ല, നല്ല വെള്ളമില്ല സ്ഥലമാണ്, ടാറിങ് റോഡ് കര. പക്ഷെ അവർ നാമമാത്രമായ ഒരു സംഖ്യ തന്നുകൊണ്ട്
മാത്രമാണ് ഇതൊക്കെ മുറിച്ച് കളയുന്നത്. എല്ലാവരും ഭരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അടിയിൽ വീടായാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ടാണ് മാർക്കെല്ലാം ഇട്ടത്. ഇപ്പോൾ പറയുന്നത് വീടൊന്നും പറ്റില്ല അങ്ങനെയാണെന്ന് പറയുന്നത്. മാർക്കറ്റിൽ പോയി എന്നല്ലാതെ വീടിൻ്റെ മുമ്പിൽ തന്നെ ചുവന്ന മാർക്കറ്റുണ്ട്, അതിന് കുറച്ചപ്പുറത്ത് മഞ്ഞ മാർക്കും ഉണ്ട്. ഇവരൊന്നും പറയുന്നില്ല, മാർക്ക് ചെയ്ത് പോയി നഷ്ടപരിഹാരത്തിൻ്റെ ഇന്ന് വരെ ഒന്നും പറഞ്ഞില്ല. നമുക്കിനി ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കണം എന്ന് വെച്ചാൽ ഈ ലൈന് വന്നു കഴിഞ്ഞാൽ ആരും ഒന്ന് മേടിക്കും. ഇവർ ഒരു വ്യക്തതയില്ല. നമ്മൾ പല സ്ഥലത്ത്, ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, തിരിച്ചു വരുമ്പോഴത്തേക്കും പല സമയത്തും പല വണ്ടി പല സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഫുള്ള് പറമ്പ് മൊത്തം നടന്നത്. എന്താ അവസ്ഥ എന്നറിയില്ല. ഈ പെരവെക്കാനുള്ള ഇത് തട്ടുവലിച്ച് 5 ലക്ഷം രൂപ മുടക്കുകയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടെയാണ് ലൈൻ പോകുന്നത്. പെരവെക്കാനും പറ്റിയല്ല, ഒന്നും പറ്റിയല്ല. ഇടവിള കൃഷിയും അങ്ങനെ എല്ലാ തരം കൃഷിയും ചെയ്തിട്ടാണ് ഞങ്ങൾ ഉപജീവനം കഴിയുന്നത്. അതൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഉറങ്ങി എഴുതി നിൽക്കുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരോട് ചോദിക്കാൻ ആളില്ല, അന്വേഷിക്കാൻ ആളില്ല. ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഒരു ദിവസം വന്നിട്ട് ഇത് സർക്കാരിൻ്റെ ആണ്, KCBയുടെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് അവർ പോയിടുക ചെയ്തത്. നമ്മളെ ഇങ്ങോട്ട് പേടിപ്പിച്ചിട്ട് പോവുക അവർ. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ടിട്ട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ആരാണ്? ഓക്കെ. അപ്പോൾ എന്തായാലും ആ പ്രേക്ഷകൻ ലൈൻ കട്ടായി പോയി, ഡിസ്കണക്റ്റ് ആയിപ്പോയി. ഇപ്പോൾ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ചുള്ള പ്രസ്താവനയാണ്. BJPയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേരുറപ്പുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം മതനിരപേക്ഷ കേരളം തള്ളിക്കളയുമെന്നും ടൂറിസം മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. BJP ഉയർത്തുന്ന അപകടകരമായ വിഭജന രാഷ്ട്രീയത്തിന് സ്ഥാനം ചവറ്റുകൊട്ടയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മാത്രമല്ല, വൈകി എത്തുന്ന വന്ദേ ഭാരതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വന്ദേ ഭാരതിൻ്റെ സമയക്രമമൊക്കെ നിശ്ചയിച്ചു. ഇപ്പോൾ കാസർഗോഡ് നിന്ന് അബ്ദുൽ അസീസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അബ്ദുൽ അസീസ്, നമസ്കാരം. പറഞ്ഞോളൂ, താങ്കൾ എന്താണ് പറയാൻ വന്നത്? സാർ, നമ്മളെ UDID ഭിന്നശേഷിക്കാർ UDID കാർഡ് ഇതുവരെ കിട്ടിയില്ല സാർ. ഓക്കെ അതിന് പറ്റിയിട്ടൊന്നതാക്കും. ഓക്കെ, താങ്കൾ എവിടെയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്? അത് നമ്മളിവിടെ അംഗനവാടിയും കൊടുത്ത്, പിന്നെ അക്ഷയ കേന്ദ്രത്തിൽ ഇതിങ്ങനെ കൊടുത്തു. അക്ഷയ കേന്ദ്രത്തിൽ അന്വേഷിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? അതായിട്ടുണ്ട്, പക്ഷെ അത് ഇതാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, താമസം ഉണ്ടെന്നല്ലേ? എന്താണ് താമസിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്താ താമസിക്കുന്നതെന്ന്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് നമുക്കത് പറയാം കേട്ടോ. ഒന്ന് അന്വേഷിക്കട്ടെ ആദ്യം. ഓക്കെ, തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ പ്രസാദ് നെന്മാറ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എല്ലാവരും വിളിക്കണം, വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം, പക്ഷേ ഒറ്റ നിബന്ധനയുണ്ട്, 24/9 എന്നെയും വിമർശിക്കരുത്. എൻ്റെ പ്രസാദ് നെന്മാറെ, താങ്കൾ എത്ര കാലമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ യൂട്യൂബ് വഴി ചിലവഴിച്ച് സമയം കളയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്, താങ്കൾ വളരെ ക്രിയാത്മകമായ വിമർശനങ്ങളുള്ള സന്ദേശങ്ങൾ അയക്കൂ. ക്രിയാത്മകമായ വിമർശനങ്ങളിലാണ് അന്തസത്ത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ അയച്ചു നോക്കുക, മുൻവിധികൾ പാടില്ല. നൗഷാദ്, ഇന്ന് നിങ്ങൾക്കറിയാം ചെറിയ പെരുന്നാൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായി ആഘോഷിച്ചു. ആൾക്കാരെല്ലാം വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഇത്തിരി വൈകിയെങ്കിലും ചെറിയ പെരുന്നാൾ ആശംസകൾ 24 ടീമിന് നേരുകയാണ്. നൗഷാദിയെ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. നിങ്ങൾക്ക് പ്രത്യക്ഷമായി വിളിക്കാം, അഭിപ്രായങ്ങൾ പറയാം, വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉന്നയിക്കാം. അധികാരികളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഈ പ്രതികരണ വേദി തുടരുകയാണ്. ഈ വിളിക്കേണ്ട നമ്പർ ടിക്കറിൽ, അതായത് സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ ഡയൽ ചെയ്താൽ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ ഡയറക്ടറേറ്റ് എത്തും. 0484283510. ഇതാണ് നമ്പർ. ഇനി തിരുവനന്തപുരത്തെ ശംഖുമുഖത്തേക്കാണ് നമ്മൾ പോകുന്നത്. തീരം അവർക്ക് തിരികെ ലഭിച്ചു, പക്ഷേ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുകയാണ് ശംഖുമുഖം. തീരത്തേക്ക് ഇറങ്ങുന്നതിന് സൗകര്യമില്ലാതെ 2 കൊല്ലമായി വിനോദസഞ്ചാരികളും മത്സ്യത്തൊഴിലാളികളും ബുദ്ധിമുട്ടുന്നു. പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത തീരത്തേക്ക് കോർപ്പറേഷനോ സർക്കാരോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് മറ്റൊരു ഉത്കണ്ഠപ്പെടുന്ന കാര്യം. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്നാണ് ശംഖുമുഖം. 2018-ലും 19-ലും ഉണ്ടായ കടലാക്രമണത്തിൽ ബീച്ച് പൂർണ്ണമായും ഇല്ലാതായി. പിന്നീട് തീരം അതിൻ്റെ സ്വാഭാവിക സ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല. ഓഖിയിലും 2018-ലും 19-ലും ഉണ്ടായ കടലാക്രമണങ്ങളുമാണ് ശംഖുമുഖം തീരത്തെ ഇല്ലാതാക്കിയത്. റോഡ് വരെയുള്ള തീരം കടലെടുത്തു. എന്നാൽ 2 വർഷം മുമ്പ് തീരം അതിൻ്റെ സ്വാഭാവികാവസ്ഥ വീണ്ടെടുത്തു. കിലോമീറ്ററുകളോളം തീരം പുനർജനിച്ചു. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാൻ സർക്കാരോ കോർപ്പറേഷനോ തയ്യാറായിട്ടില്ല. തീരത്തേക്കിറങ്ങാനുള്ള പടികളോ ഇരിപ്പിടങ്ങളോ ഇല്ല.
ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പാറകളുടെയും കോൺക്രീറ്റ് ഭാഗങ്ങളിലൂടെയും വേണം തീരത്തേക്കിറങ്ങാൻ. കുട്ടികളുമായി എത്തുന്നവരും പ്രായമായവരും കോൺക്രീറ്റ് കമ്പികൾക്കിടയിലൂടെ സാഹസികമായി വേണം തീരത്തേക്കിറങ്ങേണ്ടത്. കൊച്ചു കുട്ടികളായിട്ടൊക്കെ ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് വേറെ തീരെ കോവളമൊക്കെ വളരെ ദൂരെയാണ്. ഞങ്ങൾക്കിപ്പം വന്ന് കുട്ടികളായിട്ട് വരാൻ പറ്റാൻ ഏറ്റവും ടൗണിനോട് അടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരമാണ് ശംഖുമുഖം തീരം. പക്ഷേ ഈ അധികൃതരുടെ അവഗണനയെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന വഴിയിൽ കൂടി കുട്ടികളെയും കൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോകാനോ ഈ വള്ളം മീൻപിടുത്തക്കാർക്ക് പോലും അതിനുള്ള കടലോറ്റ് മല്ലിടുന്നവർക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വഴിയാണെന്നുള്ളത്. അപ്പം ബാക്കിയുള്ള പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ കുട്ടികളോ സ്കൂൾ കുട്ടികളോ ഒക്കെ എങ്ങനെ ഇതിനകത്ത് ഇറങ്ങും? മത്സ്യത്തൊഴിലാളികളും തീരത്തുള്ള വള്ളത്തിനടുത്തേക്ക് എത്താനും ബുദ്ധിമുട്ടുകയാണ്. ഒരിടത്ത് പോലും ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. പലയിടത്തും റോഡ് നിർമ്മാണത്തിൻ്റെ ബാക്കി വന്ന മണ്ണ് മൂടിക്കിടക്കുകയാണ്. തീരത്ത് സ്ഥാപിച്ച ഷീറ്റ് ടോയ്ലറ്റുകൾ തുരുമ്പിച്ച് നശിക്കുന്ന അവസ്ഥയിലാണ്. കടല് കൊണ്ടുപോയ തീരം കടല് തന്നെ തിരിച്ചു തന്നു. എന്നാൽ മുമ്പുണ്ടായിരുന്ന തീരത്തിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും വീണ്ടെടുക്കാൻ വർഷങ്ങളായിട്ടും നടപടിയില്ല. മുമ്പ് ശംഖുമുഖത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് തീരത്തേക്കിറങ്ങാനുള്ള സൗകര്യമായിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇന്ന് ടൂറിസ്റ്റുകളെ ശംഖുമുഖത്ത് നിന്നും അകറ്റുകയാണ്. നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ സത്വര നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. വി.എ. ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ അടിയന്തരമായി ഒരു വാർത്ത വരുന്നു. ഇടുക്കി പൂപ്പാറ തൂണ്ടിമലയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു. 20ഓളം ആളുകൾക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാനാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ രാജാക്കാട്, രാജകുമാരി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ ആശുപത്രികളാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. ഈ ശംഖുമുഖം നിങ്ങൾക്കറിയാം, അവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സായാഹ്നത്തിൽ സംഗമിക്കാൻ പോകുന്ന സ്ഥലമാണ് ശംഖുമുഖം. മാത്രവുമല്ല, തിരക്ക് പിടിച്ചൊരു നഗരജീവിതത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഒഴിവാക്കി അവർക്ക് സമാധാനത്തോടെ കുറച്ചു നേരം കഴിയണമെങ്കിൽ ശംഖുമുഖം ബീച്ചിൽ പോയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ശംഖുമുഖം കുറേ അധികം കാലമായി ഈ ബീച്ച് തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബവും അതുപോലെ ബന്ധുക്കളും അതിഥികളും ഒക്കെ നഗരം കാണാൻ എത്തുമ്പോഴൊക്കെ അവരെ കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരത്തെ പ്രദേശവാസികൾ പോകുന്നത് ഈ ശംഖുമുഖത്തേക്കാണ്. ശംഖുമുഖം അങ്ങനെ പൊളിഞ്ഞു കിടന്നാൽ അവരെവിടെ പോയിരിക്കും? ജനങ്ങൾ പ്രതികരിക്കുന്നു. ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വഞ്ചികളെല്ലാം കൊണ്ട് കയറ്റി വെച്ച് അതിനുള്ള സൗകര്യം പോലും ഇല്ല. അറിയപ്പെടുന്ന ഒരു ബീച്ചാണ്. ഇപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു. അന്നൊക്കെ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ വരുമ്പോൾ. ഇപ്പം ഭയങ്കര പാടാണ് ഇറങ്ങി വരാൻ. എല്ലാം ഇടിഞ്ഞു പോയില്ലേ വെള്ളപ്പൊക്കം വന്ന്. ഇങ്ങനെ കിടന്നാലോ ഇത് ശരിയാകത്തില്ല, വഴി ശരിയാക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സർക്കാർ ശരിയാക്കണം. ഒരുപാട് അപകടമല്ലേ കണ്ടില്ലേ? ഇറങ്ങി വരുമ്പോൾ കൊച്ചുപിള്ളേരാണെങ്കിലും വയസ്സായവരാണെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാലും കല്ല് കിട്ടാം. അവിടെ ഈ കല്ല് ഭയങ്കര അപകടമാണ്. ഇവിടെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അത് ഒരു മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. വളരെ കഷ്ടപ്പാടാണ്. സർക്കാരിനെ പറഞ്ഞാൽ ഓക്കെ അവർ ചെയ്യൂല. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. കാലടിയിൽ നിന്ന് വർക്കിയാണ് വിളിക്കുന്നത്. വർക്കി, നമസ്കാരം, പറഞ്ഞോളൂ. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സാറേ, സാർ, ഞാൻ 24-ന്റെ പ്രദേശത്തിന്റെ ഒരു ആരാധകനാണ്. അയ്യോ, അങ്ങ് സ്നേഹിച്ചാ മതി. എന്റെ ഭാര്യ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയനിലെ ഒരു അംഗമായിരുന്നു സാർ. അവര് 2002 മുതൽ 2021 വരെ 20 വർഷക്കാലം ഇത് പൈസ അടച്ചേക്കണ ഈ മെമ്പറാണ് അവര്. അപ്പോ അത് ആള് ക്യാൻസർ ബാധിച്ച് മരിച്ചു. 1 വർഷം കഴിഞ്ഞ് മരിച്ചിട്ട്. ഞാൻ അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ എടപ്പള്ളിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എല്ലാം ക്ലിയർ ആണ്. പക്ഷെ ഫണ്ടില്ല എന്നാണ് ഞാൻ ഓഫീസിൽ ചെല്ലുന്നൊക്കെ എന്നോട് പറയണ സാറേ. അപ്പൊ 1 വർഷം കഴിഞ്ഞു. എനിക്ക് ആ പൈസ കിട്ടി 57,000 രൂപ ആള് അടച്ചേക്കണ പൈസ ഉണ്ടെന്നാണ് എറണാകുളം ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞത് സാർ. നിങ്ങളുടെ MLA ആരാണ്? ഞങ്ങളുടെ MLA ഒ ജി ജോൺ. തീർച്ചയായിട്ടും താങ്കൾ അദ്ദേഹത്തൊന്ന് കാണണം. ഞാനും അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശ കത്തോടെ നിങ്ങൾ വീണ്ടും ഓഫീസിൽ ഒന്നുകൂടി കൊടുക്കണം. അദ്ദേഹത്തോട് കാര്യമായിട്ടൊന്ന് ഇടപെടാൻ പറയണം. മിസ്റ്റർ ഒ ജി ജോൺ, താങ്കളുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. താങ്കൾ ഇവരെ ഒന്ന് സഹായിക്കുക. വിളിച്ചതിന് വളരെ സന്തോഷം. നമ്മളും അതിൽ പിന്തുടരാം. താങ്കൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് അയച്ചു തരിക. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ഇപ്പം തന്നെ NI ബക്കർ ഇപ്പോൾ ഒരു സന്ദേശം അയച്ചിരിക്കും. അദ്ദേഹം പറയുന്നത് ഈ സർക്കാരിനെ വിമർശിക്കുന്ന ചാനലായിട്ട് ഇത് മാറുകയാണ്, നിങ്ങൾ പക്ഷപാതത്തോടെ പെരുമാറുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അറിയേണ്ടത് ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് പാകപ്പിഴകൾ ഉണ്ടാകുക.
ആ പാകപ്പിഴകൾ തീർച്ചയായിട്ടും ചാനലുകൾ ജനങ്ങളുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണല്ലോ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ മരത്തിൽ കയറിയാലല്ലേ വീഴൂ. അപ്പോൾ ഭരണത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും എപ്പോഴും വിമർശന വിധേയമാകുക. നമ്മൾ ഈ വിമർശനത്തോട് അത്ര ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വിമർശനത്തിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് എന്നേക്കുമായി സെറ്റിൽ ചെയ്യാനുള്ള നടപടികളാണ് അധികാരികളും സർക്കാരും സ്വീകരിക്കേണ്ടത്. അതിനാണല്ലോ ജനങ്ങൾ 5 കൊല്ലത്തിലൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇവരെയൊക്കെ അധികാരത്തിൽ കയറ്റുന്നതും. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക്. വേനൽ കടുക്കുമ്പോഴും സർക്കാരിൻ്റെ കുഴൽക്കിണർ പരിപാടി, ആ യന്ത്രം കട്ടപ്പുറത്താണ്. മോട്ടോർ വാഹന നിയമത്തിൽ കുരുങ്ങിയാണ് കിണർ കുഴിക്കാനുള്ള റിഗ് കട്ടപ്പുറത്തായി പോയത്. കുഴൽക്കിണറിനായി നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ കുരുക്കഴിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നത് വന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് എന്നാണ് പൊതുജനങ്ങൾ പരാതി പറയുന്നത്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് കുഴൽക്കിണർ കുഴിക്കാനുള്ള റിഗിങ്ങനെ കട്ടപ്പുറത്തായി കിടക്കുന്നത്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ നിയമവിരുദ്ധമാക്കുന്ന ചട്ടം നിലവിൽ വന്നതോടെയാണ് കുഴൽക്കിണർ കുഴിക്കാനുള്ള റിഗ് കട്ടപ്പുറത്തായത്. റിഗ് ഘടിപ്പിച്ച വാഹനത്തിന് 2024 വരെ ഫിറ്റ്നസ് നൽകിയിരുന്നുവെങ്കിലും പുതിയ നിയമം വന്നതോടെ ഇത് അസാധുവായി. വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപകരണമാണ് കുഴൽക്കിണർ കുഴിക്കാനായി ഉപയോഗിക്കുന്നത്. കുഴൽക്കിണറിനായി അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്ന് തൃക്കാക്കര കൗൺസിലർ മനൂപ് ആരോപിച്ചു. ഒരു വാഹനം 15 വർഷം കഴിഞ്ഞാൽ അത് വാഹനം ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നുള്ളതും ആ ഉദ്യോഗസ്ഥർക്കാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഇത് പെരുമാറുന്നത് നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിന് വലിയ വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെയുണ്ട്. അപ്പോൾ അവരെ ഉൾപ്പെടെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്നതിന്റെ പകുതി തുകയ്ക്കാണ് ഭൂജല വകുപ്പ് കുഴൽക്കിണർ കുഴിച്ചു നൽകുന്നത്. ഒരു റിഗിന് 1 കോടി രൂപയാണ് വില. നിലവിലെ റിഗ് കട്ടപ്പുറത്തായതോടെ കുഴൽക്കിണർ കുഴിച്ചു നൽകണമെങ്കിൽ ഇനി പുതിയ റിഗ് എത്തണം. വേനൽ കടുത്തതോടെ കുഴൽക്കിണറിനായുള്ള അപേക്ഷകരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. വേനൽ കടുക്കുകയാണ്. കുഴൽക്കിണറിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുടെ നീണ്ട നിരയാണ്. വെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് അധികൃതർ ഇനിയെങ്കിലും കാണാതെ പോകരുത്. പകരം സംവിധാനമൊരുക്കുകയാണ് വേണ്ടത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ നന്ദകിഷോറിനൊപ്പം വിനീത VG 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് മനസ്സിലാക്കാത്ത പോകുന്ന ഒരു കാര്യമുണ്ട്. കുഴൽക്കിണർ കുത്താൻ സർക്കാരിന് സംവിധാനം ഉള്ളപ്പോഴാണ് ജനം ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. നിസ്സാരമായ ഒരു കടലാസ് നീക്കത്തിൽ സാധിക്കുമായിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ. കേൾക്കാം, ഇത് അനുഭവിക്കുന്നവർക്ക് പറയാൻ മറ്റു ചില കാര്യങ്ങളുമുണ്ട്. വെള്ളം അടിസ്ഥാന ആവശ്യമാണ്. വെള്ളം നമുക്ക് വേണം. അതിപ്പോൾ വേറെ പോയാലും ശരിയാണ്. ഇപ്പോൾ സാധാരണ പുഴയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മുമ്പേ തന്നെ വെള്ളം വേണം മനുഷ്യന്. നല്ല ഒരു ഒന്നാന്തരം കേരളമല്ലേ. ഇടവിട്ടൊക്കെ വെള്ളം കിട്ടണത്. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം കിട്ടണത്. അത്താണി ഭാഗത്തൊക്കെ വെള്ളത്തിന് തീരെ ബുദ്ധിമുട്ടാണ്. ആലുവന്ന് അടിക്കുന്നത് അത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേ വെള്ളമുള്ളൂ. പക്ഷെ ഈ ഭാഗത്ത് മാത്രം വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. കൊല്ലം കൂടി വെള്ളം നല്ലതാണ്, ആഗ്രഹമുണ്ട്. പക്ഷേ ഉള്ളവർക്ക് നല്ല കാര്യമാണിത് പരിഹരിച്ച് കിട്ടിയെങ്കിൽ. കിണറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനെന്താ മൊത്തം സർക്കാരെല്ലാം തോന്നിയ അവസരമല്ലേ കാണിക്കുന്നത്. ഇവിടെ ക്ഷാമൊക്കെ ഉണ്ട്. സർക്കാരിൻ്റെ ഓരോരോ തീരുമാനങ്ങളില്ല, നമുക്ക് കൊല്ലാൻ പറയാൻ പറ്റും. നമുക്ക് കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അതിപ്പം നമ്മളെന്ത് പറയാൻ, ഇപ്പം സർക്കാർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അത് നമ്മൾ അംഗീകരിക്കുന്നു. അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ യന്ത്രം നന്നാക്കി എടുക്കാൻ സർക്കാർ ഇതിൻ്റെ ഒരു നടപടി സ്വീകരിക്കണം. നല്ല കാര്യമാണ്. നന്നാക്കി സർക്കാർ സമ്മതിച്ചത് നന്നാക്കി വന്നാൽ വെള്ളം കിട്ടുമല്ലോ എല്ലാവർക്കും. നല്ല കാര്യമാണത്. എല്ലാവർക്കും കുടിവെള്ളം കിട്ടാൻ വേണ്ടിയാണ് നിൽക്കണത്. കുടിവെള്ളം കിട്ടാൻ സർക്കാർ അതിനുള്ളൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളേ ഉള്ളൂ. ആ കുഴൽക്കിണർ കൊണ്ട് ജനങ്ങൾക്കല്ല ഉപകാരം വരുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരമില്ലല്ലോ. ആർക്കാ മറ്റുള്ളവർ? സർക്കാരിന് ഉപകാരമില്ല. അതിന് അവർക്ക് സാമ്പത്തികം എന്താ കിട്ടുന്നത് അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ കുഴൽക്കിണർ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം അത്രയും വേണ്ട. യൂട്യൂബിലെ ഒരു പരാമർശം SL എന്ന് ഞാൻ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, SK എനിക്കൊന്ന് പ്രതികരിക്കണം. ഞാനിപ്പോൾ ഇന്നൊരു സർക്കാർ ജീവനക്കാരനാണ്. കാരണം ശംഖുമുഖം ബീച്ചിൽ ഞാൻ ഐസ്ക്രീം വിറ്റ് നടന്ന ആളാണ്. പ്രതികരിക്കണമെന്നുണ്ട്. കാരണം ഞാൻ പ്രതികരിച്ചാൽ എൻ്റെ പണി പോകുന്ന സംശയം. പക്ഷേ എന്താണ് പ്രതികരിക്കുന്നത് മാത്രം അത് എഴുതിയിട്ടില്ല. എന്താ ചെയ്യുക?
വളരെ അടിയന്തരമായ ഒരു വാർത്ത വരുന്നുണ്ട്. രാഹുൽ വിജയൻ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരും. ഇടുക്കി പൂപ്പാറ തൂണ്ടിമലയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു, 20ഓളം പേർക്ക് പരിക്കേറ്റു. നേരത്തെ പറഞ്ഞ വാർത്ത തന്നെയാണ്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാനാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ രാഹുൽ വിജയൻ നൽകും. രാഹുൽ, എപ്പോഴായിരുന്നു അപകടം? ഈ പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, 3 പേരെയെന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിക്കുന്നത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നും മൂന്നാറിലേക്ക് ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി വന്ന വാഹനമായിരുന്നു അത്. അവർ തിരിച്ചു പോകും വഴിയാണ് ഇത്തരത്തിൽ പൂപ്പാറ തോണ്ടിമലയ്ക്ക് സമീപം കൊക്കയിലേക്ക് മറിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. വാഹനത്തിൽ ഉണ്ടായിരുന്നത് 20 പേരാണ്. അതിൽ 18 പേർക്കും ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. നിലവിൽ 3 പേരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെയും രാജാക്കാട്, രാജകുമാരി എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഓക്കെ, രാഹുൽ വിജയൻ. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു, 20ഓളം പേർക്ക് പരിക്കേറ്റു. അതിലൊരാളുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ 3 ആളുകളെ ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. സങ്കടകരമായ കാര്യമാണ്. എപ്പോഴും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഇങ്ങനെ റോഡ് അപകടങ്ങൾ കൂടി വരുന്നു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു സ്റ്റോറിയിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷനിലുള്ള പല പാർക്കുകളും ഇന്ന് പൊതുജനങ്ങൾക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു. ചിലത് അടച്ചിട്ടിരിക്കുന്നു, മറ്റ് ചിലത് കാടുമൂടി കിടക്കുകയാണ്. മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായും ചിലത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർക്ക് വിശ്രമിക്കാനും തമ്പടിക്കാനുള്ള സ്ഥലമായിട്ടും ഈ പാർക്കുകൾ രൂപാന്തരം സംഭവിച്ച രീതിയിലാണ്. കോഴിക്കോട് നഗരത്തിലെ പാർക്കുകളുടെ പേരുകൾ കേട്ട് അവയിലെല്ലാം തന്നെ ആസ്വദിക്കാമെന്ന് കരുതി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. പരിപാലനത്തിൻ്റെ അഭാവം മൂലം പല പാർക്കുകളും ഇവിടെ ശോചനീയാവസ്ഥയിലാണ്. കോഴിക്കോട് ബീച്ച് റോഡ് കോർപ്പറേഷൻ കെട്ടിടത്തിന് സമീപത്തെ ലയൺസ് പാർക്കാണിത്. കാടുമൂടി സാമൂഹിക വിരുദ്ധരുടെ താവളമായിരിക്കുന്നു. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം കണ്ടാൽ പാർക്ക് മാലിന്യ സംഭരണ കേന്ദ്രമാണെന്ന് തോന്നിപ്പോകും. ഇവിടുത്തെ റൈഡുകളും കളി ഉപകരണങ്ങളും ദ്രവിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരഹൃദയത്തിലുള്ള മാനാഞ്ചിറയുടെ സ്ഥിതി തന്നെ വലിയ രീതിയിൽ ശോചനാവസ്ഥയിലാണ്. മറ്റു പാർക്കുകളുടെ സ്ഥിതി നിങ്ങൾക്കറിയാം. വാഗ്ബടാനന്ദ പാർക്ക്, അതുപോലെ അൻസാരി പാർക്ക്, പിന്നെ നടക്കാവ് പാർക്ക്, ജെട്ടി പാർക്ക് എല്ലാം ഇതേ രീതിയിൽ ശോചനാവസ്ഥയിലാണ്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച എരവത്തുകുന്ന് മാംഗോ പാർക്കിന്റെയും അവസ്ഥയും പരിതാപകരം തന്നെ. വൈദ്യുതിയും വെള്ളവും ഇല്ലാത്തതു കാരണം ഇതുവരെ പൊതുജനത്തിന് തുറന്നു കൊടുക്കാനായിട്ടില്ല. നടക്കാവ് കേളപ്പജി പാർക്കും പൂട്ടി സീൽ ചെയ്ത നിലയിലാണ്. അടഞ്ഞുകിടക്കുന്ന ഇത്തരം പാർക്കുകൾ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇരുട്ടിന്റെ മറവിൽ ലഹരി ഉപയോഗവും കച്ചവടവുമാണ് ഇവിടെ നടക്കുന്നത്. പാർക്ക് നവീകരിക്കാൻ പലപ്പോഴും തുക അനുവദിക്കാറുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാരപ്പറമ്പിലെ വാഗ്ബടാനന്ദ പാർക്ക് പൂട്ടി സീൽ ചെയ്തിട്ട് വർഷങ്ങളായി. ചെറുട്ടി റോഡിലെ ഗാന്ധി പാർക്ക് കാട് പിടിച്ചു കിടക്കുകയാണ്. പാർക്കുകൾ അടഞ്ഞുകിടക്കുന്നതിന് അധികൃതർക്ക് ന്യായങ്ങളും വാദങ്ങളും ഒരുപാടുണ്ടാകും. പക്ഷേ ലക്ഷങ്ങൾ മുടക്കിയുണ്ടാക്കിയ ഈ പൊതുമുതൽ എന്തിനു നശിപ്പിക്കുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം സമീർ ബിൻ കരീം, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പാർക്കുകൾ കുട്ടികളുടെ കളിസ്ഥലം മാത്രമല്ല, മുതിർന്നവർക്ക് ജീവിത സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ഒത്തുകൂടാനുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. കാര്യം എന്തെല്ലാം രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ്, ടെൻഷനാണ് ഇന്ന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാനൊരു സ്ഥലമല്ലേ ഇങ്ങനെയുള്ള ഒരു സ്ഥലം, ഈ പാർക്ക് എന്ന് പറയുന്നത്. ജനങ്ങൾ അതിനെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത്. ഈ അടഞ്ഞു കിടക്കുന്ന പാർക്ക് നവീകരിച്ചിട്ട് പുതുമോടിയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ പ്രവൃത്തി വിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ, കണ്ടില്ലേ? ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. വളരെ ദയനീയാവസ്ഥ. ഞങ്ങളത് എന്തെങ്കിലുമൊക്കെ ഈ പാർക്കിന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത്. പിള്ളേരുണ്ട്, ഞങ്ങൾ ഒരു ബസ് ആൾക്കാരാണ് വന്നത്. അതിൽ 10-15 കുട്ടികളുണ്ട്. അവർക്കൊക്കെ പാർക്കിൽ എന്തെങ്കിലും കാണാമെന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പാർക്കിൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ് കാണുന്നത്. സാധാരണ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. പ്ലസ് ഇവിടെയുള്ള ആൾക്കാർക്ക് നിൽക്കാനൊന്നും സ്ഥലമില്ലായിട്ട് കണ്ടോ, അവിടെ മതിൽമലൊക്കെയാണ് കയറിയിരിക്കുന്നത്. സാധാരണ ഉള്ളതിനേക്കാൾ ശോചനീയാവസ്ഥയിലാണുള്ളത്. എൻ്റെ ഇവിടെ കുറേ ഇരിപ്പിടങ്ങളും അങ്ങനത്തെ ഒക്കെ വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പ്ലസ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി വന്നാലും കുറച്ച് നല്ലതായിരിക്കും.
സാം സെയ്സ് എന്ന യൂട്യൂബിൽ നിന്നൊരു സന്ദേശം വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് SKN കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രിമാരെ കൂടി ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കുന്നു. അതുപോലെ എൻകൗണ്ടറിൽ ഈ നേതാക്കന്മാർ വരുന്നല്ലോ, ഈ പരിപാടിയിൽ നേതാക്കന്മാരെ കൊണ്ടുവരണം, നേതാക്കന്മാരെ ഇരുത്തി മറുപടി പറയിക്കണം എന്നാണ് സാം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. എന്തായാലും മെയ് മാസം 1-ാം തീയതി, അതായത് അടുത്ത മാസം 1-ാം തീയതി കാതലായ ചില മാറ്റങ്ങൾ ഈ പരിപാടിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അധികാരപ്പെട്ട ചില ആളുകൾ കൂടി ഈ പരിപാടിയിൽ വന്നു പോകും എന്നുള്ളത്. അതേസമയം ഇതിൽ മാത്രമല്ല, വാർത്താമഴയിലും ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ അടുത്ത മാസം 1-ാം തീയതി വരെ താങ്കൾ കാത്തിരിക്കുക. മറ്റൊരു കാര്യം, SKN ഉച്ചയ്ക്ക് സംപ്രേഷണം ചെയ്ത വാർത്താമഴയിൽ പെരുന്നാൾ ആശംസകൾ എന്ന് തെറ്റായി എഴുതി കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തീർച്ചയായിട്ടും ഈ കാര്യം ഞാൻ അന്വേഷിക്കുകയും ചെയ്യാം. അതുപോലെ സ്വന്തം ചാലക്കുടി എന്ന യൂട്യൂബ് ഐഡിയിൽ നിന്നൊരു വിവരം, 24 എന്ന ചാനൽ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ തോന്നിയത്. അതുകൊണ്ട് അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ സർക്കാരിനെതിരെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. സ്വന്തം ചാലക്കുടി പറയുന്ന പോലെ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനാണ് പലപ്പോഴും 24 ശ്രമിക്കുന്നത്. സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, അശരണരുടെ, അത്താണിയില്ലാത്തവരുടെ കാര്യം നമുക്ക് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങേ തലയ്ക്കൽ ആര് നിൽക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആ രീതിയിൽ അതിൻ്റെ സ്പിരിറ്റിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ ഒരു പക്ഷപാതം കാണിച്ചുകൊണ്ടേയിരിക്കും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാൻ പോകുന്ന ഒരു റോഡ് കഥയിലേക്കാണ്. കുണ്ടും കുഴിയുമായി കിടന്ന റോഡിലൂടെ 2 കൊല്ലം സഞ്ചരിച്ച് മടുത്തപ്പോൾ നാട്ടുകാരൊക്കെ പ്രതിഷേധിച്ചു. ഇതിന് ശേഷമാണ് പെരുന്നാട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ബഥനി താളികേര റോഡിൽ ടാറ് വീണു. സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ റോഡ് പണി കഴിഞ്ഞ് 2 ആഴ്ച ആയതോടെ വീണ ടാറെല്ലാം ഒഴുകിപ്പോകുന്നു. നാട്ടുകാർ പറയുന്നത് കേട്ടോ. 2 പദ്ധതികളിലായി 12 ലക്ഷം രൂപ മുടക്കി പണിതു എന്ന് അവകാശപ്പെടുന്ന റോഡാണ് ഇപ്പോൾ ടാർ ഒഴുകിപ്പോയിട്ട് വിവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. 25-32 ലക്ഷം 32 ലക്ഷം രൂപ മുടക്കിയെന്ന് പറയുന്ന റോഡാണിത്. 2 ആഴ്ച മുമ്പാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയായത്. ഈ റോഡിൽ ഇപ്പോൾ തന്നെ മണ്ണ് വരെ തെളിയുന്ന രീതിയിലാണ് ടാറ് ഇളകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ എന്ത് രീതിയിലുള്ള ടാറിങ്ങാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നടത്തിയതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പ്രശ്നമുണ്ടാക്കരുതെന്നാണ് റോഡിൻ്റെ ഇളകിയത് കാണാമെന്ന എഞ്ചിനീയർ നാട്ടുകാരോട് ആവശ്യപ്പെട്ടത്. പെരുന്നാട് പഞ്ചായത്തിലെ 2-ാം വാർഡിലെ ജനങ്ങൾ കുണ്ടിലും കുഴിയിലും സഞ്ചരിച്ചു മടുത്ത് പ്രതിഷേധ ശബ്ദമുയർത്തിയപ്പോഴാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാർ ചെയ്യാൻ തയ്യാറായത്. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും പഞ്ചായത്ത് 7 ലക്ഷം രൂപയുമാണ് ടാറിങ്ങിനായി അനുവദിച്ചത്. ടാറിംഗ് പൂർത്തിയായി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 32 ലക്ഷം രൂപ മുടക്കിയ റോഡിലെ ടാർ പല ഭാഗത്തും അടരാൻ തുടങ്ങി. റോഡിന്റെ വശങ്ങളിലെ ടാർ ഇളകി മാറാനും ആരംഭിച്ചു. ഇത് നാട്ടുകാർ കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ഇന്ന് സ്ഥലത്തെത്തിയ പെരുന്നാട് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നാട്ടുകാരോട് പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് അപേക്ഷിച്ചത്. റോഡ് പണിയിൽ കരാറുകാരനാണ് അഴിമതി കാണിച്ചതെങ്കിൽ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥയാണ് നാട്ടുകാരോട് പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞത്. കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് റോഡിൽ വീഴേണ്ട പണം പോക്കറ്റിലാക്കിയതാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏകദേശം 2 വർഷക്കാലമായിട്ട് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. വിവിധ തലത്തിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് നേടിയെടുത്ത റോഡ് 2 ആഴ്ചയ്ക്ക് മുമ്പേ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് പോയപ്പോൾ ഇപ്പോൾ ഇത് പൊട്ടിപ്പൊളിയുന്ന ഒരവസ്ഥയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഇതിനെതിരെ ശക്തമായ അന്വേഷണം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത്. ബഥനി ആശ്രമത്തിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡിൻ്റെ പല ഭാഗത്തും ടാറിങ്ങിന് ഉപയോഗിച്ച മെറ്റലുകൾ പോലും ഇളകി മാറി കിടക്കുകയാണ്. കുത്തിപ്പൊളിഞ്ഞു കിടന്ന ഈ റോഡ് 2 ആഴ്ച ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പേ ചെയ്ത പിന്നെ ടാറിങ്ങാണ്. കണ്ടില്ലേ, ഏതാണ്ടോ വെച്ച് കറുത്ത സാധനം വെച്ച് ഒട്ടിച്ച് വെച്ച പോലെ കണ്ടില്ലേ. ഇവിടെ തൊട്ട് താഴോട്ട് മൊത്തം ഇത് തന്നെ. നിലവിലെ സാഹചര്യത്തിൽ ഗുണനിലവാരമില്ലാതെ പണിത റോഡ് വേനൽ മഴ ശക്തമായാൽ പൂർണ്ണമായും ഒലിച്ചു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് പണി ചെയ്ത കരാറുകാരന് ബില്ല് മാറിക്കൊടുക്കും മുൻപ് പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. റോഡ് പണിയിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ തന്നെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഖജനാവിൽ നിന്ന് അനുവദിച്ച പണം ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയി എന്ന് തങ്ങൾക്കറിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാജീവിനൊപ്പം S. ശ്യാംകുമാർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അടിയന്തരമായി ഒരു വാർത്ത വരികയാണ്. ഇപ്പോൾ ഇടുക്കി തോണ്ടിമല പൂപ്പാറയിൽ നടന്ന ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, വാഹന അപകടം. ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ C. പെരുമാൾ മരിച്ചു. അദ്ദേഹത്തിന് 59 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് നമ്മൾ പറഞ്ഞ അതേ ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. തിരുനെൽവേലി സ്വദേശിയാണ് ഈ പെരുമാൾ. സങ്കടകരമായ കാര്യം. നാട്ടിലെ പലയിടത്തും നടക്കുന്ന പണികളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പരാതികൾ വരാറുണ്ട്. നിർമ്മാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും
പൊളിയുന്ന റോഡുകളുടെ എണ്ണം കൂടി വരുന്നു. വെള്ളാനകളുടെ നാടായി ഇത് മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ, നികുതിദായകർ പ്രതികരിക്കുകയാണ്. സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നൊരു റോഡായിരുന്നു. അപ്പം ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്കി തന്ന റോഡാണ്. പക്ഷേ ഈ റോഡ് ജനങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത രീതിയിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പാകപ്പിഴ എവിടെയാണെന്ന് പരിശോധിച്ച് നല്ലൊരു അന്വേഷണം നടത്തി നല്ല രീതിയിൽ തന്നെ ഈ റോഡ് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ പണിത് തരാൻ ഇതിൻ്റെ ഭരണകർത്താക്കൾ തയ്യാറാകണം. പണിതിട്ട് ഇപ്പോൾ 2 ആഴ്ച കാലമായി കാണും. 2 ആഴ്ച ആയപ്പോഴത്തേനും ഇത് പൊളിയാൻ തുടങ്ങി. ഇത് ടാറ് കൊണ്ടാണോ കരിയാണോ ഉമ്മിക്കരിയാണോ എന്താണ് ഈ റോഡിൻ്റെ ചേർത്ത ഈ കറുപ്പിന് പകരം എന്ത് ചേർത്തുന്നൊരു അറിവില്ല. എന്തായാലും അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് ഈ റോഡിൻ്റെ പഴയ സ്ഥിതി തന്നെ ആകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ റോഡിൻ്റെ പോക്ക്. റോഡ് പണിയിൽ അഴിമതി നടന്നത് കൊണ്ടായിരിക്കണമല്ലോ ഇത് മിറ്റിൽ ഇപ്പോഴേ ടാർ ചെയ്തത് എല്ലാം വെളുക്കാൻ തുടങ്ങി. ഈ കരി ഓയിൽ ചേർത്ത് കഴിഞ്ഞ് അത് എൻ്റെ വണ്ടിക്കൂടെ വണ്ടി വീല് കയറി കഴിയുമ്പോൾ അത് വെളുത്ത് പോകില്ലേ എന്ന് പറഞ്ഞ സ്ഥിതിക്കൂടെ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ റോഡ് പണിഞ്ഞത് കരിയും കൊണ്ടാണോ അതോ ടാറും കൊണ്ടാണോ അറിയത്തില്ല. 2 ആഴ്ചക്കാലം ഇവിടെ മഴയും പെയ്തിട്ടില്ല. ഇനിയിപ്പം ഈ 2 ആഴ്ചക്കാലം കഴിഞ്ഞിട്ട് മഴ വല്ലതും പെയ്യുവാണെങ്കിൽ ഇത് പഴയ സ്ഥിതി തന്നെയാവും. ഇതെന്താ ഇത് പഞ്ചായത്തിൻ്റെ അഴിമതിയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അഴിമതി തന്നെയാണെന്നാണ് ഉറപ്പ്. ഈ കാര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്രയൊക്കെ ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിട്ടും ആളുകൾ, പ്രത്യേകിച്ച് കരാറുകാർ ഇഷ്ടം പോലെ റോഡ് പണിയും അതിന് പല എഞ്ചിനീയർമാരും സ്തുതി പാടുകയും ചെയ്യും. ഇത് അനുവദിക്കാൻ പാടില്ല. കാര്യം ടാർ ചെയ്ത് പോയാലുടൻ ടാർ ഒലിച്ചു പോകും എന്ന് പറയുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവിധമായ എന്ത് കൈക്കൂലി ഉണ്ടെങ്കിലും അതിനൊക്കെ വിജിലൻസ് അന്വേഷണവും ശിക്ഷയും ഒക്കെ വരുന്ന ഒരു നാട്ടിൽ, നിയമവാഴ്ച നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കരാറുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഈ കരാറുകാരനെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. PWDയും അതുപോലെയുള്ള ഈ നിർമ്മാണ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളും മേലധികാരികളും ഇതിൽ ഇടപെടണം എന്നാണ് 24ൻ്റെ അഭിപ്രായം. കാരണം ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴിയാണ് ഇതുപോലെ വഴിയാധാരമായി പോകുന്നത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ വരുന്നു. തോമസ് ആണ്. തോമസ്, നമസ്കാരം. പറഞ്ഞോളൂ, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള വടശ്ശേരിക്കരയാണ്. വടശ്ശേരിക്കരക്കാരനാണ്, പറഞ്ഞോളൂ. വടശ്ശേരിക്കരയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് പൈപ്പ് ഇട്ട് കഴിഞ്ഞ് 2022 2 മാസം മാർച്ച് മാസം ഞങ്ങൾക്ക് ഈ കണക്ക് തിരി വേണ്ട പിന്നെ വെള്ളം കിട്ടത്തുള്ള പറഞ്ഞു. പിന്നെ 2023 4 മാസം ഇതുവരെ കണക്ഷൻ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് ഞങ്ങൾ 15 വീട്ടുകാർ, ഞങ്ങളാണെങ്കിൽ വണ്ടിക്ക് ടെമ്പോയ്ക്ക് വെള്ളം അടിക്കുക 800 രൂപ കൊടുക്കണം, 1 ട്രിപ്പ് വെള്ളം വിടണം. ഞങ്ങളിപ്പം 10 കൊല്ലം കൊണ്ട് ഇതിന്റെ പുറകെ നടന്ന ഈ പൈപ്പ് റോഡിൽ കൂടി കിട്ടി. ഇപ്പം 14 മാസമായിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല. നിങ്ങളിപ്പോ ആർക്കെങ്കിലും പരാതി കൊടുത്തോ? നിലവിൽ പൈപ്പ് ഇട്ടിരിക്കുന്ന കണക്ഷൻ കൊടുത്താൽ മാത്രം അവർ ഇന്നിടാൻ നാളെ ഇടാൻ പഞ്ചായത്തിൽ ചെല്ലും. ആരാണ് ഇന്നിടാൻ നാളെ ഇടാന്ന് പറയുന്ന ആൾക്കാരാണ്? പറയുന്ന പഞ്ചായത്ത് പരാതി കൊണ്ട് പഞ്ചായത്തിൽ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പിന്നെ ഈ സപ്ലൈ ഓഫീസിൽ പറഞ്ഞു, അവരെല്ലാം പറഞ്ഞ് കണക്ഷൻ തരാന്ന് പറഞ്ഞ് 14 മാസങ്ങളാണ് ഇതിന്റെ പുറകെ നടക്കുക. പൈപ്പ് ഇട്ട് റോഡിലെല്ലാം 14 മാസമായി. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരും കൂടി പറഞ്ഞോളൂ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് മണിയർ രാധാകൃഷ്ണൻ. അപ്പം മണിയർ രാധാകൃഷ്ണനോട് ഞാനൊന്ന് അഭ്യർത്ഥിക്കുന്നു, ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് നടത്തിക്കാതെ 14 മാസമായി എന്നല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പരാതി താങ്കൾ നേരിട്ട് അന്വേഷിച്ചിട്ട് ഒരു പരിഹാരം കണ്ടുപിടിക്കൂ. അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഒരു പരാതിയുടെ കോപ്പി അയച്ചു തരും. നമ്മൾ ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ പരാതി ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. താങ്ക്സ് ഫോർ കോളിംഗ്. മറ്റൊരു സ്റ്റോറിയിലേക്ക് പോവുകയാണ്. ചരിത്രമുറങ്ങുന്ന ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ നിർമ്മാണത്തെ ചൊല്ലി ഒരു തർക്കം നടക്കുന്നു. മൈതാനത്തിന് ചുറ്റും വാക്ക് വേ നിർമ്മിക്കാനും ബെഞ്ചുകൾ സ്ഥാപിക്കാനുള്ള സ്മാർട്ട് സിറ്റി മിഷന്റെ നീക്കം നാട്ടുകാർ കയറി തടഞ്ഞു കളഞ്ഞു. നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും പരേഡ് നടത്തിയെന്ന മൈതാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം അരങ്ങേറുന്നത്. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് പരേഡ് ഗ്രൗണ്ട്. ഒരുപാട് കായിക താരങ്ങളെ സമ്മാനിച്ച ഇടം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ നാട്ടുകാർ വലിയ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. പരേഡ് ഗ്രൗണ്ടിൽ ചതുരക്കല്ലുകൾ പാകുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഗ്രൗണ്ടിന്റെ പൈതൃകം നഷ്ടപ്പെടുത്താനാണ് സ്മാർട്ട് സിറ്റി മിഷൻ ശ്രമം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകി. ഈ CSML ഇത് ആരാണ് അധികാരം കൊടുത്തത്? ഈ പ്രദേശത്ത് ഇത്രയേ ഉള്ളൂ ഗ്രൗണ്ട്. ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമല്ല, ഹോക്കി, ക്രിക്കറ്റ് തുടങ്ങിയിട്ട് എല്ലാ കളിയും കളിക്കുന്നത്, എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഇത് പുല്ലുവിരിക്കുക. CSML കോടികളുടെ ഫണ്ടുണ്ട്, അത് ചിലവഴിക്കാൻ CSML തയ്യാറാണ്, ചിലവഴിക്കുകയും വേണം. ജനങ്ങളുടെ പണമല്ലോ. ഇത് പുല്ലുവിരിക്കുക, പുൽത്തേട് വെക്കുക,
അത് മാത്രമേ നമുക്ക് ഡിമാൻഡുള്ളൂ. ബാക്കി കല്ലും മണ്ണും നോക്കാൻ നിൽക്കണ്ട, ഇത് കോൺക്രീറ്റും ഗ്രാനൈറ്റും കെട്ടണ്ട. ഇതൊരു ജനങ്ങളുടെ മൊത്തം ആവശ്യമാണ്. അണ്ടർ 17 ലോകകപ്പിന് കോടികൾ മുടക്കിയാണ് പരേഡ് ഗ്രൗണ്ടിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചത്. അതെല്ലാം അന്തരീക്ഷത്തിൽ ആവിയായി. ഇനിയും വികസനത്തിന്റെ പേര് പറഞ്ഞ ഗ്രൗണ്ട് നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇത് നാശമുണ്ടാക്കുന്ന അവസാനത്തെ ആണിയാണ് ഈ ഫോർട്ട് കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ട്. നമ്മൾ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷ. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളും നമ്മൾ മത്സരിച്ചതിൽ കൊച്ചി നഗരം 5ാം സ്ഥാനത്ത് വന്നാണ്. അത്രയും വലിയ ഹോപ്പുള്ളൊരു പരിപാടിയാണ്. അത് വന്നത് മുതൽ നാശമാണ് നമുക്ക് ഉണ്ടാക്കേണ്ട. അവസാനത്തെ ആണിയടിക്കുന്ന പണിയാണ് ഇപ്പോൾ ഈ പരേഡ്. ജനപ്രതിനിധികളെ അറിയിക്കാതെയാണ് സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനമെന്നും ആക്ഷേപമുണ്ട്. ചുറ്റുവട്ടം അലങ്കരിക്കുന്നതിന് മുൻപ് ഗ്രൗണ്ട് നവീകരിക്കണമെന്ന ആവശ്യവും ശക്തം. കൊച്ചി നഗരസഭ പോലും അറിയാതെ ഗ്രൗണ്ടിൻ്റെ അകത്ത് കല്ല് വിരിക്കുന്ന ഒരു രീതി. ഇവർക്ക് എവിടെ നോക്കിയാലും ഈ CSML ആളുകൾ എവിടെ നോക്കിയാലും ടൈലുകൾ വിരിച്ച് മനോഹരമാക്കുന്ന രീതിയാണ് വന്നത്. എന്നാൽ എവിടെയാണ് അത് വിരിക്കേണ്ടത്, എവിടെയാണ് വ്യക്തമായിട്ട് ചെയ്യേണ്ട എന്നൊരു ലക്ഷ്യബോധ്യമില്ലാണ്ട് തന്നെയാണ് അവർ ഗ്രൗണ്ടിൻ്റെ അകത്ത് കയറി ടൈല് വിരിക്കാൻ വന്നത്. ഫോർട്ട് കൊച്ചിയുടെ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടയാളമാണ് പരേഡ് ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റി മിഷനെതിരെ വരും ദിവസങ്ങളിലും കടുത്ത പ്രതിഷേധം ഉറപ്പാണ്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇടുക്കി പൂപ്പാറയിൽ നടന്ന അപകടത്തിൻ്റെ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതി രാഹുൽ വിജയൻ അടിയന്തരമായി മറ്റൊരു കാര്യം കൂടി അറിയിക്കുന്നു. ഒരു മരണം കൂടി ഉണ്ടായി ഈ അപകടത്തിൽ. തിരുനെല്ലുവേലി സ്വദേശിനി വള്ളിയമ്മ മരിച്ചു. 70 വയസ്സായിരുന്നു വള്ളിയമ്മയ്ക്ക്. ഈ പൂപ്പാറ അപകടത്തിൽ ഇതോടെ മരണം 2ആയി ഉയർന്നു. സങ്കടകരമായ മറ്റൊരു വാർത്ത കൂടി അറിയിക്കേണ്ടി വരുന്നു. ചരിത്ര സ്മാരകമാണ് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ട്, അറിയാം. അത്തരം കേന്ദ്രങ്ങളിൽ സാധാരണ ലോകമെങ്ങും നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളല്ല, സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്കറിയാം, വിദേശ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോർച്ചുഗീസ് കാലത്തൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ? അവിടെയാണ് പുരോഗമനത്തിൻ്റെയും വികസനത്തിൻ്റെയും പേര് പറഞ്ഞ് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് പലപ്പോഴും സങ്കടകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും കേരളീയത എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കുറേ അധികം കാലം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ എന്തെങ്കിലും കാണുമോ? നമ്മൾ പലനില കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ നമ്മൾ ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന, നമ്മുടെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന നമ്മുടെ സ്മാരകങ്ങൾ, കേരളീയത ഓളം വെട്ടുന്ന ആർക്കിടെക്ചറുകൾ, ഇതൊക്കെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ആ ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി എന്നതിൻ്റെ പേരിൽ പരേഡ് ഗ്രൗണ്ട് കൂടി നശിപ്പിക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. അതിനെക്കുറിച്ചാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. നമ്മ ഇവിടെ ഈ കല്ലും ഇതൊന്നും ഇട്ട് ഇവിടെ നമ്മ അത് ചെയ്യിപ്പിക്കൂല. കാര്യം നല്ലൊരു മൈതാനം ഉണ്ട്, അത് നശിപ്പിച്ചെടുത്ത് ഇനി ആകെയുള്ള കൊച്ചിയിലൊരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ പെരേ ഗ്രൗണ്ടുള്ളൂ. വേറൊരു ഗ്രൗണ്ട് ഇനി ഇപ്പം ഇല്ല. അപ്പോൾ ഇത് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകണത്, അതാണ് നമ്മുടെ ആഗ്രഹം. പുല്ല് പിടിപ്പിച്ചോട്ടെ, കല്ലും ഇതൊന്നും വേദമുള്ള ഇത് നമ്മൾ അനുവദിക്കില്ല. ഇന്നല്ല പല കൊല്ലങ്ങളായിട്ടുള്ള സംഭവമാണ്. ഒരു രാഷ്ട്രീയക്കാരും വന്നിട്ടും പറയും അതിൽ കെട്ടണമെന്ന് പറയും, വേറെ രാഷ്ട്രീയക്കാരും വന്നിട്ടും പറയും ഇവിടെ പറ്റൂലെന്ന് പറയും. രാഷ്ട്രീയമാണല്ലോ ഇവിടുത്തെ ലോകം. എനിക്ക് അതിലൊന്നും അഭിപ്രായമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ആരും ഞാൻ പറയണമെന്നും കേൾക്കാനും വേണ്ട. നമ്മളൊരു സാധാരണ ഒരു കാര്യം ഇവിടെ ജീവിച്ചു പോകണം. വികസനം ഒന്നുമല്ലേ, ഗ്രൗണ്ട് ജനങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. ആ കുട്ടികൾക്ക് കളിച്ചു വളരാനും ഈ പറഞ്ഞ പോലെ നമ്മളുടെ മതേതരത്വം നിലനിർത്താനും അതെല്ലാം വളരെ അത്യാവശ്യമാണ് ഈ കളി. അത് നേരത്തെ സോഞ്ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കളി നിലനിർത്തുന്നതിൻ്റെ കൂടെ പരിസരവാസികൾക്കൊരു ശല്യമില്ലാത്ത രീതിയിൽ പോകേണ്ടതും അത്യാവശ്യമാണ്. ഇപ്പം വംശക്കാരുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവിടെ കൂടുതൽ കളിയും കാര്യങ്ങളും വരുന്ന അവരെയും കൂടി ശല്യപ്പെടുത്തുന്നുണ്ട്. കൊച്ചിയിൽ വേറെ ഗ്രൗണ്ട് എങ്ങും ഇല്ല. എല്ലാ പിള്ളേരും ഇവിടെ വന്നാണ് പൊതുവെ കളിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ടൈലിട്ടാൽ ഞങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യവും പോവും. അതുമല്ല വെറുതെ അത് നമുക്ക് കളിക്കാൻ പറ്റൂല. അപ്പോൾ അവിടെ പൊളിച്ചിട്ടേക്കണോണ്ട് ഞങ്ങൾക്കിപ്പോൾ കളിക്കാൻ പറ്റണില്ല. ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ്. അവിടെ മുമ്പ് കുറേ സ്ഥലം ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. ഇപ്പോൾ പൊളിച്ചതിനെ തുടർന്ന് അവിടെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. ഞങ്ങൾ മാത്രമല്ല വേറെ കുറേ പ്ലേയേഴ്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇവരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പൊളിച്ചതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കളിക്കാൻ പറ്റില്ല. ഞങ്ങൾ വെയിലത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുല്ലും ഒന്നും പിടിപ്പിക്കാൻ നിൽക്കണ്ട. നമ്മൾ നല്ലൊരു പ്രൊട്ടക്ഷൻ ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് നല്ല മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽ ഈ എന്ന് പറഞ്ഞാൽ ഈ കൽപ്പൊടി പോലത്തെ നല്ല ക്വാളിറ്റിയുള്ള കല്ല് റോൾ ചെയ്ത് നമുക്ക് തന്നാൽ മാത്രമാണ്. അതന്നെ എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് വേറെ ഒന്നും ചിലവാക്കിയിട്ട് കാര്യമില്ല. ഈ പുള്ളി പിടിപ്പിച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം പിടിപ്പിക്കും, പിന്നെ പിടിപ്പിക്കും. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ പരേഡ് നടത്തിയെന്ന് പറയുന്ന ചരിത്രമുറങ്ങുന്ന ഈ പൈതൃകം നശിപ്പിക്കപ്പെടാൻ പാടില്ല. കാരണം ഈ നമ്മുടെ നേതാക്കന്മാരും കൊച്ചിൻ കോർപ്പറേഷനും ഒക്കെ അറിയാതെയാണ് സ്മാർട്ട് സിറ്റി ഇതുമായി, ഈ വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം.
എനിക്കൊന്ന് കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയർ തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിജയൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് സ്റ്റോറി എന്ന് പറയരുത്, താങ്കൾ വാർത്ത എന്ന് പറയണം എന്നാണ്. ഞാൻ ന്യൂസ് സ്റ്റോറി എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ഇത് പ്രയോഗിക്കുന്നത്. മിക്കവാറും വാർത്താ ചാനലുകളിലൊക്കെ തന്നെ സ്റ്റോറി കൊടുത്തോ എന്ന് ചോദിച്ചാൽ അതിന് ന്യൂസ് സ്റ്റോറി കൊടുത്തോ എന്ന് തന്നെയാണ് അർത്ഥം എന്ന് താങ്കൾ മനസ്സിലാക്കുക. സുജാതയുടെ ഒരു സന്ദേശം, സുജാത ഗജനൻ എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അവർ പറയുന്നത് എൻ്റെ 3 പവൻ മാലയും ഏതാണ്ട് 1.5 ലക്ഷം രൂപയും ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു, സഹായിക്കണം. എങ്ങനെ സഹായിക്കണം, ഏത് ബസ്സിൽ എവിടെ വെച്ച് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാതെ നമുക്ക് എങ്ങനെയാണ് സുജാതയെ കുറിച്ച് പറയാൻ കഴിയുക? പ്രേക്ഷകർക്ക് സ്വാഗതം. ഇനി കൂരായണം. വളരും തോറും പിളരുന്ന പാർട്ടി. അങ്ങനെ പിളർന്നിട്ട് വളരാനുള്ള ആഗ്രഹവുമായി ഒരു കൂട്ടം മനുഷ്യര്. ആരാ? ഇതങ്ങോട്ടൊന്ന് നോക്കിയേ. ഈ പാർട്ടിയുടെ പേര് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. അപ്പോഴേ അഗസ്റ്റിൻ ചേട്ടാ, നിങ്ങൾ ഏതോ മുന്നണിയുടെ കൂടെ പ്രവർത്തിക്കുന്നോ, അത് BJP ആണെന്നൊക്കെ ഒരു നാട്ടുവർത്താനുണ്ടല്ലോ. ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് അമിതമായ ഒരു ബന്ധവുമില്ല, ഒരു പാർട്ടിയുടെയും കീഴിലുമല്ല. ഓ ഛേ, വെറുതെ തെറ്റിദ്ധരിച്ച്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളെങ്കിലും അവരെ സഹായിക്കുന്നതിന് മുന്നോട്ട് വന്നാൽ എല്ലാവരും സഹായിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഓ, കർഷകർക്ക് വേണ്ടി സംസാരിക്കാനാണല്ലേ പാർട്ടി ഉണ്ടാക്കിയത്? എന്തിട്ട് നിങ്ങളുടെ ആവശ്യം? ഒരു ഉദാഹരണം പറഞ്ഞുതരുമോ? നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി അടിവരയിട്ട് പറയുകയാണ്, കേരളത്തിലെ റബ്ബർ കർഷകർക്ക് 300 രൂപ വില ലഭിക്കണം. അതിനുവേണ്ടി എന്നും സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാവും. ജോണി ചേട്ടന്റെയും അഗസ്റ്റിൻ ചേട്ടന്റെയും പാമ്പ്ലാനി അച്ഛന്റെയും ഒച്ച ഒരുപോലെ. ഭയങ്കര അത്ഭുതം. ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MPയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. റബ്ബറിന്റെ വില 300 രൂപയാക്കിയാൽ BJPക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ ടീംസ് ആണ്. അഗസ്റ്റിൻ ചേട്ടൻ ബാക്കി പറയും. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇതിനകത്തൊരു മതവിഭാഗങ്ങൾക്ക് പ്രാധാന്യമില്ല, മറ്റു രാഷ്ട്രീയക്കാർക്ക് പ്രാധാന്യമില്ല. ഞങ്ങൾ സ്വതന്ത്രരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും NPPയിൽ പങ്കില്ല. പക്ഷെ BJP സൂപ്പർ ആണെന്ന് പറയാതെ പറയും. അതാണ് നമ്മുടെ പുതിയ പാർട്ടിയുടെ ഒരു ലൈൻ. ഈ പ്രസ്ഥാനം ഞങ്ങളുടെ കഠിനമായ പ്രവർത്തന ശൈലി കൊണ്ട് കേരളത്തിൽ നന്നായി വളരും എന്ന ഉള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കേട്ടല്ലോ, ആരും തെറ്റിദ്ധരിക്കരുത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി വന്നേക്കുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി. ആരവിടെ സ്വകാര്യം പറയണേ? ഞങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ട് ഇത് അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആഗ്രഹിച്ചോ നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ നേതാവേ, NDA ആയി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവര് വിളിച്ചാല് നിങ്ങൾ പോവോ? ഞങ്ങളെ ആര് വിളിച്ചാലും അന്നേരം ഞങ്ങളുടെ പാർട്ടി കൂടി ഭാരവാഹികളോടി അനുയോജ്യമായ തീരുമാനമെടുക്കും. അല്ലാതെ മുൻവിധിയോടുകൂടി ഇന്ന ഭാഗത്തേക്ക് പോകും എന്ന് പറയാൻ ഞങ്ങളില്ല. എത്ര പ്രാവശ്യം പറയണം? അവരാർക്കും എതിരല്ലെന്നേ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? ഇന്ന് ലോക നേതാക്കന്മാരെ എടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ PRO പബ്ലിക് റിലേഷൻ മാൻ മോഡിജിയാണ്. അത് എന്നോട് നിങ്ങൾ യോജിക്കുന്ന ഇത്രയും കൂടുതൽ പബ്ലിക് റിലേഷൻ അറിയാവുന്നതും പ്രശസ്തനുമായ വേറെ പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് എനിക്ക് സംശയം. ശുഭം. മോദിജിക്ക് ജയിന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിയെന്നെ. ദേശീയ തലത്തിൽ എത്രയും പെട്ടെന്ന് ശക്തി ആർജിക്കണം എന്നല്ലേ പറഞ്ഞത്? എല്ലാ സ്വപ്നങ്ങളും വേഗം ശരിയാവട്ടെ. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ. എന്തായാലും നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ഇപ്പം ഒരു മുന്നണിയിലേക്കും ഇല്ല. പക്ഷെ BJP സൂപ്പറാണ്, കേന്ദ്രം സൂപ്പറാണ്, മോദിജി അതിനേക്കാളും സൂപ്പറാണ്. അപ്പൊ ശരി, നമോവാകും. ഈ ജനകീയ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.